നവംബർ മാസത്തെ ഒന്നാമത്തെ CBI പരിപാടിയെക്കുറിച്ചാണ് ഈ ഒരു വീഡിയോയിൽ പറയുന്നത്. ഒന്നാമത്തെ CBI പരിപാടി സംഘടിപ്പിക്കേണ്ട തീയതി 21/11/2025 വെള്ളിയാഴ്ചയാണ്. ലോക മത്സ്യബന്ധന ദിനം എന്ന വിഷയത്തെ ആസ്പദമാക്കിയാണ് CBI പരിപാടി സംഘടിപ്പിക്കേണ്ടത്. ഇതുമായി ബന്ധപ്പെട്ട വിശദമായിട്ടുള്ള നോട്ട് ഇതോടൊപ്പം നൽകിയിട്ടുണ്ട്. CBI പരിപാടി പോഷൻ ട്രാക്കറിൽ രേഖപ്പെടുത്തേണ്ടത് അന്നപ്രസാൻ ദിവസ് എന്ന തീമിലാണ്. CBI പരിപാടി പോഷൻ ട്രാക്കറിൽ രേഖപ്പെടുത്തുന്നതിനായിട്ട് ഏറ്റവും താഴെ വലതുവശത്ത് കാണുന്ന മോർ എന്ന ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇതേ രീതിയിൽ ഇവൻറ്റ്സ് എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. മലയാളത്തിലാണെങ്കിൽ പരിപാടികൾ എന്നാണ് കാണാൻ സാധിക്കുക. അപ്പോൾ ഈ ഒരു ഇവൻറ്റ്സ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇതേ രീതിയിൽ CBI എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും, അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ ഒരു പേജ് ഓപ്പൺ ആയിട്ട് വരും. അപ്പോൾ ഇതിൽ നമുക്ക് നോ ഇവൻറ്റ് ആഡഡ് എന്നാണ് കാണാൻ സാധിക്കുക. അതായത് നമ്മൾ ഈ മാസത്തെ ഒന്നാമത്തെ CBI ആണ് രേഖപ്പെടുത്താൻ പോകുന്നത്. ഇതുവരെ നമ്മളൊരു CBIയും രേഖപ്പെടുത്തിയിട്ടില്ല, അതുകൊണ്ടാണ് നോ ഇവൻറ്റ് ആഡഡ് എന്ന് കാണിക്കുന്നത്. അപ്പോൾ ഒന്നാമത്തെ CBI രേഖപ്പെടുത്തുന്നതിനായിട്ട് ഏറ്റവും താഴെ കാണുന്ന നീല നിറത്തിലുള്ള പ്ലസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇതേ രീതിയിൽ ഡേറ്റ് എന്നൊരു കോളം കാണാൻ സാധിക്കും. അതിൻ്റെ വലതുവശത്തുള്ള കലണ്ടറിൻ്റെ ചിഹ്നത്തിൽ ക്ലിക്ക് ചെയ്തിട്ട് CBI പരിപാടിയുടെ കൃത്യമായിട്ടുള്ള തീയതി സെലക്ട് ചെയ്യുക. തൊട്ടു താഴെയായിട്ട് സെലക്ട് തീം എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും, അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇതേ രീതിയിൽ തീമുകളുടെ ലിസ്റ്റ് കാണാൻ സാധിക്കും. അതിൽ നിന്നും അന്നപ്രസാൻ ദിവസ് എന്ന തീം കൃത്യമായി സെലക്ട് ചെയ്യുക. അപ്പോൾ നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ള തീയതിയും തീമും ഇതേ രീതിയിൽ കാണാൻ സാധിക്കും. ഇത് രണ്ടും കൃത്യമാണ് എന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷം ഏറ്റവും താഴെ കാണുന്ന സബ്മിറ്റ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. CBI രേഖപ്പെടുത്തി കഴിഞ്ഞാൽ നമുക്ക് ഇതേ രീതിയിലാണ് കാണാൻ സാധിക്കുക. നമ്മൾ രേഖപ്പെടുത്തിയിട്ടുള്ള CBI പരിപാടിയുടെ തീമും തീയതിയും ഇതേ രീതിയിൽ കാണാൻ സാധിക്കും. അതേപോലെ തന്നെ നമ്മൾ രേഖപ്പെടുത്തിയിട്ടുള്ള CBI പരിപാടിയുടെ തീമോ തീയതിയോ തെറ്റിപ്പോയി കഴിഞ്ഞാൽ അന്നേ ദിവസം മാത്രം നമുക്കത് എഡിറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതിനായിട്ട് ഇവിടെ വലതുവശത്തുള്ള ഈ ഒരു പെൻസിലിൻ്റെ ചിഹ്നത്തിൽ ക്ലിക്ക് ചെയ്ത് നമുക്കത് അന്നേ ദിവസം എഡിറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇവിടെ ഒരു കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ഇന്നേ ദിവസം മാത്രമേ നമുക്കത് എഡിറ്റ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. തൊട്ടടുത്ത ദിവസം തൊട്ട് നമുക്ക് ഈ ഒരു പെൻസിലിൻ്റെ ചിഹ്നം ഇവിടെ കാണാൻ സാധിക്കുകയില്ല, എഡിറ്റ് ചെയ്യാനും സാധിക്കുകയില്ല. അപ്പോൾ ഈ രീതിയിലാണ് CBI പരിപാടി പോഷൻ ട്രാക്കറിൽ രേഖപ്പെടുത്തേണ്ടത്. ലോക മത്സ്യബന്ധന ദിനം എല്ലാ വർഷവും നവംബർ 21 ലോകമെമ്പാടും ലോക മത്സ്യബന്ധന ദിനമായി ആചരിക്കുന്നു. ഭക്ഷ്യസുരക്ഷയിലും പോഷകാഹാരത്തിലും മനുഷ്യന്റെ ഉപജീവനത്തിലും മത്സ്യബന്ധന മേഖല വഹിക്കുന്ന സുപ്രധാന പങ്ക് ലോകത്തിന് മുന്നിൽ ഓർമ്മിപ്പിക്കുക എന്നതാണ് ഈ ദിനാചരണത്തിന്റെ പ്രാഥമിക ലക്ഷ്യം. മനുഷ്യന്റെ ആരോഗ്യത്തിന് അത്യന്താപേക്ഷിതമായ പോഷകങ്ങളുടെ ഒരു കലവറയാണ് മത്സ്യം. ലോകമെമ്പാടുമുള്ള ജനങ്ങളുടെ ഭക്ഷണക്രമത്തിൽ ഒരു പ്രധാന സ്ഥാനമാണ് മത്സ്യത്തിനുള്ളത്. സമ്പുഷ്ടമായ പ്രോട്ടീൻ, വിറ്റാമിനുകൾ, ധാതുക്കൾ, പ്രത്യേകിച്ച് ഒമേഗ-3 ഫാറ്റി ആസിഡുകൾ എന്നിവയാൽ മത്സ്യം ആരോഗ്യത്തിന് വളരെയധികം ഗുണം ചെയ്യുന്നു. ദരിദ്രന്റെ ഭക്ഷണം എന്ന് വിളിക്കപ്പെടാറുണ്ടെങ്കിലും അതിന്റെ പോഷകമൂല്യം കണക്കിലെടുക്കുമ്പോൾ മത്സ്യം ഒരു സമ്പന്നമായ ഭക്ഷണമാണ്. മത്സ്യത്തിലെ പ്രധാന പോഷകങ്ങൾ. മത്സ്യം ഒരു സമീകൃതാഹാരത്തിന്റെ പ്രധാന ഘടകമായി കണക്കാക്കപ്പെടുന്നതിന് കാരണമായ ചില പ്രധാന പോഷകങ്ങൾ താഴെ നൽകുന്നു. 1. ഉയർന്ന നിലവാരമുള്ള പ്രോട്ടീൻ. മത്സ്യത്തിൽ ഉയർന്ന നിലവാരമുള്ള പ്രോട്ടീൻ ധാരാളമായി അടങ്ങിയിരിക്കുന്നു. ശരീരത്തിന് ആവശ്യമായ എല്ലാ അവശ്യ അമിനോ ആസിഡുകളും ഇതിലുണ്ട്. ഇത് ശരീരകോശങ്ങളുടെ വളർച്ചയ്ക്കും കേടായ കോശങ്ങളെ നന്നാക്കുന്നതിനും പ്രതിരോധശേഷി വർദ്ധിപ്പിക്കുന്നതിനും സഹായിക്കുന്നു. മറ്റ് മാംസാഹാരങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ മത്സ്യത്തിലെ പ്രോട്ടീൻ എളുപ്പത്തിൽ ദഹിക്കുമെന്ന പ്രത്യേകതയുമുണ്ട്. 2. ഒമേഗ-3 ഫാറ്റി ആസിഡുകൾ. മത്സ്യത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പോഷകഗുണങ്ങളിലൊന്നാണ് ഒമേഗ-3 ഫാറ്റി ആസിഡുകൾ. പ്രത്യേകിച്ച് EPA അഥവാ ഐക്കോസപെന്റനോയിക് ആസിഡ്, DHA അഥവാ ഡോക്കോസഹെക്സനോയിക് ആസിഡ് എന്നിവ ആരോഗ്യത്തിന് അത്ഭുതകരമായ ഗുണങ്ങൾ നൽകുന്നു. ഹൃദയാരോഗ്യം. രക്തസമ്മർദ്ദം കുറക്കാനും രക്തം കട്ടപിടിക്കുന്നത് തടയാനും ട്രൈഗ്ലിസറൈഡിന്റെ അളവ് നിയന്ത്രിക്കാനും ഇത് സഹായിക്കുന്നു. അതുവഴി ഹൃദയാഘാതം, പക്ഷാഘാതം എന്നിവയ്ക്കുള്ള സാധ്യത കുറക്കുന്നു. മസ്തിഷ്കാരോഗ്യം. DHA മസ്തിഷ്കത്തിന്റെയും നാഡീവ്യവസ്ഥയുടെയും വികാസത്തിന് അത്യന്താപേക്ഷിതമാണ്. ഗർഭിണികൾക്കും കുട്ടികൾക്കും ഇത് വളരെ പ്രയോജനകരമാണ്. കണ്ണിന്റെ ആരോഗ്യം. റെറ്റിനയുടെ ആരോഗ്യത്തിനും കാഴ്ചശക്തി നിലനിർത്താനും ഒമേഗ-3 ഫാറ്റി ആസിഡുകൾക്ക് പങ്കുണ്ട്. 3. വിറ്റാമിനുകളും ധാതുക്കളും. മത്സ്യം വിവിധതരം വിറ്റാമിനുകളുടെയും ധാതുക്കളുടെയും ഒരു നല്ല ഉറവിടമാണ്. വിറ്റാമിൻ D പല ഭക്ഷണങ്ങളിലും കുറവായി കാണപ്പെടുന്ന ഒരു പ്രധാന വിറ്റാമിനാണ് D. മത്സ്യത്തിൽ, പ്രത്യേകിച്ച് കൊഴുപ്പുള്ള മത്സ്യങ്ങളിൽ, ഇത് ധാരാളമായി അടങ്ങിയിരിക്കുന്നു. എല്ലുകളുടെയും പല്ലുകളുടെയും ആരോഗ്യത്തിന് ഇത് അത്യാവശ്യമാണ്. വിറ്റാമിൻ B12 നാഡീവ്യവസ്ഥയുടെ പ്രവർത്തനത്തിനും ചുവന്ന രക്താണുക്കളുടെ ഉൽപാദനത്തിനും സഹായിക്കുന്ന ഒരു പ്രധാന വിറ്റാമിനാണ് ഇത്. അയഡിൻ. തൈറോയിഡ് ഗ്രന്ഥിയുടെ പ്രവർത്തനത്തിന് ആവശ്യമായ ധാതുവാണ് അയഡിൻ. ഇത് മത്സ്യത്തിൽ നന്നായി അടങ്ങിയിട്ടുണ്ട്. സെലിനിയം, സിങ്ക്, കാൽസ്യം. രോഗപ്രതിരോധശേഷി വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന സെലിനിയം, സിങ്ക് തുടങ്ങിയ ധാതുക്കളും ചെറിയ മത്സ്യങ്ങളിൽ കാൽസ്യവും അടങ്ങിയിട്ടുണ്ട്. ആരോഗ്യപരമായ മറ്റ് ഗുണങ്ങൾ. മത്സ്യം കഴിക്കുന്നതിലൂടെ ലഭിക്കുന്ന മറ്റ് ആരോഗ്യപരമായ ഗുണങ്ങൾ ഇവയാണ്.
അമിതവണ്ണം കുറയ്ക്കാൻ മത്സ്യത്തിൽ പൂരിത കൊഴുപ്പും ഊർജ്ജവും താരതമ്യേന കുറവാണ്. ഇത് ഭാരം നിയന്ത്രിക്കുന്നവർക്ക് മികച്ച ഭക്ഷണമാണ്. രോഗപ്രതിരോധശേഷി മത്സ്യത്തിലെ പോഷകങ്ങൾ രോഗപ്രതിരോധ സംവിധാനത്തെ ശക്തിപ്പെടുത്തുന്നു. ദഹനത്തിന് എളുപ്പം, ഇതിലെ പ്രോട്ടീൻ വേഗത്തിൽ ദഹിക്കുന്നു. ചുരുക്കത്തിൽ മത്സ്യം കേവലം രുചികരമായ ഒരു വിഭവം എന്നതിലുപരി നമ്മുടെ ശരീരത്തിന് ആവശ്യമായ ഒട്ടേറെ പോഷകങ്ങൾ പ്രദാനം ചെയ്യുന്ന ഒരു ഭക്ഷ്യവസ്തുവാണ്. പതിവായി മത്സ്യത്തെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് മെച്ചപ്പെട്ട ഹൃദയാരോഗ്യം, മസ്തിഷ്ക വികസനം, ശക്തമായ അസ്ഥികൾ തുടങ്ങി നിരവധി ആരോഗ്യപരമായ ഗുണങ്ങൾ ഉറപ്പുവരുത്താൻ സഹായിക്കും. അതുകൊണ്ടുതന്നെ ഓരോരുത്തരുടെയും ഭക്ഷണക്രമത്തിൽ മത്സ്യത്തിന് ഒരു പ്രത്യേക സ്ഥാനം നൽകേണ്ടത് അത്യാവശ്യമാണ്.